2008 നടത്തിയ മലേഗാവ് സ്ഫോടനം, ഒരു പള്ളി തകർക്കേണ്ടായത്, കുറേ ആൾക്കാർ മരിക്കുകയും ചെയ്തു അതിൻ്റെ ഉള്ളിൽ. മുസ്ലിം പള്ളി. ലക്ഷ്യം സാമുദായിക കലാപമായിരുന്നു. ഇതെല്ലാവർക്കും അറിയാം, നാട്ടുകാർക്കറിയാം. വാക്കുകളിൽ നിന്ന് വാക്കുകളിലേക്ക് കർണാകർണിക, ഇതെല്ലാവരും പറഞ്ഞും കേട്ടും എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന് കോടതിയാകുമ്പോൾ കോടതിയിൽ വിധി വരണ്ടേ? കോടതി വിധി വന്നു. സന്യാസിനി അമ്മ, ലോക സംരക്ഷക, അവരാണ് ഈ തെമ്മാടത്തിൽ അവിടെ കാണിച്ചത്. സംഘപരിവാറിൻ്റെ ആളാണ്. അതിനെല്ലാം അവർ കയറിയിട്ട് MP മറ്റോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇടക്കാലത്ത് വെച്ച്. സാമുദായിക കലാപം ലക്ഷ്യമിട്ടുകൊണ്ടാണ് അവർ ഈ വൃത്തിയായിട്ട് കാണിച്ചിട്ടുള്ളതെന്ന് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ഇനിയിപ്പോൾ ആരാ പറയേണ്ടത്, അവർ പറഞ്ഞു കഴിഞ്ഞു. (2008) ഒരു കലാപം, മലേഗാവ് എന്ന സ്ഥലത്ത് ഒരു സ്ഫോടനം നടന്നു. മഹാരാഷ്ട്ര ജില്ലയിലാണ് ഈ സ്ഥലം, നാസിക് ജില്ലയിൽ. അവിടെ മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലമാണത്. 99% മുസ്ലിങ്ങളാണ് മലേഗാവ്. ഞാൻ അവിടെ പോയിട്ടുള്ള, അതുകൊണ്ടാണ് പറയുന്നത്. അവിടെ 2008 15-16 വർഷങ്ങൾക്ക് മുൻപ് സെപ്റ്റംബർ 29 രാത്രി 9:35 ഈ സ്ഫോടനം ഉണ്ടായത്. അത് റംസാൻ്റെ അവസാനത്തെ രാത്രിയാണെന്ന് മനസ്സിലാക്കണം. റംസാൻ മാസത്തിൻ്റെ അവസാനത്തെ രാത്രിയാണ്. നാളെ പെരുന്നാൾ തിരക്കാണ്. അതിനുവേണ്ടി നെട്ടോട്ട് ഓടുകയാണ്. ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞ പോലെ നാളെ പെരുന്നാളാണ്, ചെറിയ പെരുന്നാളാണ്. അതിനുള്ള ഓട്ടാണ് നടക്കുന്നത്. പള്ളിയിൽ നിറച്ച ആളുകളാണ്. അവിടെയാണ് ഈ സ്ഫോടനം നടന്നത്. ആ സ്ഫോടനത്തിൽ 6 പേരും മരിച്ചു. 100-ൽ കൂടുതൽ ആളുകൾക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റു. ഒരു കാര്യം അപ്പോഴെ തന്നെ മനസ്സിലാക്കി, കേസിലെ പ്രതികളെല്ലാം ഹിന്ദുത്വ സംഘടനകളുമായിട്ട് ബന്ധമുള്ളവരാണെന്ന് അപ്പോഴേ മനസ്സിലാക്കിയതാണ്. അതിൽ ഉണ്ടായിരുന്നവളാണ് ഒരു സന്യാസിനി അമ്മ. മുംബൈയിലെ NIA കോടതിയിലാണ്, പ്രത്യേക കോടതിയിലാണ് ഈ കോടതിയുടെ അന്തിമവാദം തുടങ്ങിയത്. അവിടെയാണ് NIA ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. ഇത് സാമുദായിക കലാപം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ കണ്ടാൽ മിണ്ടൂല്ല എന്നൊരു അവസരയ്ക്ക് എത്തണം, കണ്ടാൽ ആയുധമെടുക്കുന്ന ഒരു അവസരയ്ക്ക് എത്തിക്കണം. അതിനാണ് ഇത് ചെയ്തു വെച്ചത്. ആക്രമണത്തിനായിട്ട് അതിൻ്റെ പടക്കത്തിനുള്ള പൊടിയുണ്ടല്ലോ, അത് കാശ്മീരിൽ നിന്നാണ് എത്തിച്ചത്. അത് നാസിക്കിലൊരു വീട്ടിലാണ് കുറേ കാലം സൂക്ഷിച്ചത്. അതിൻ്റെ പോലെ പ്രവർത്തിച്ചത് അന്ന് കേണലായിരുന്ന, നമ്മുടെ സൈന്യത്തിലെ കേണലായിരുന്ന ശ്രീകാന്ത് പുരോഹിതാണ്. സുധാകർ ചതുർവേദിയാണ് ഇതുണ്ടാക്കിയത്. മലേഗാവിൽ ഇത് സ്ഥാപിക്കാനായിട്ട് പ്രജ്ഞാ സിംഗിൽ പങ്കെടുത്ത അയാൾ അവരുടെ ബൈക്ക് നൽകിയിട്ടുണ്ട്. ഇത്രയും തെളിവുകളാണ് NIA കോടതിയെ അറിയിച്ചത്. BJP മുൻ MP ആണ് പ്രജ്ഞാ സിംഗ് ഠാക്കൂർ. സന്യാസിനിയാണ് പ്രജ്ഞാ സിംഗ് ഠാക്കൂർ. ഇതിൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിച്ച മറ്റൊരാൾ, ഇത് കുറേ ചട്ടമ്പിക്കൂട്ടങ്ങൾ ചെയ്തതല്ല. ഇവരെ ചട്ടമ്പികളെന്നാണ് വിളിക്കേണ്ടത്. ബുദ്ധിയും ബോധമില്ലാത്തവർ ചെയ്തതല്ല. പഠിപ്പും വിദ്യാഭ്യാസമുള്ളവർ. MP ആയിട്ട്, പിന്നീട് MP ആയിട്ട് കയറിയ, BJP MP ആയിട്ട് കയറിയ പ്രജ്ഞാ സിംഗ്, സൈന്യത്തിൽ ലഫ്റ്റനന്റ് കേണലായിരുന്ന ശ്രീകാന്ത് പുരോഹിത്, അവരുടെ ആ ഒരു സ്റ്റാറ്റസിന് അനുസരിച്ചിട്ടുള്ള വേറെ 8 പേര്, മൊത്തത്തിൽ 8 പേര്. മേജർ രമേശ് ഉപാധ്യായ, നോക്കണം,
അജയ് രഹിർക്കർ, സുധാകർ ദ്വിവേദി, സുധാകർ ചതുർവേദി, സമൂർ കുൽക്കർണി, രാംചന്ദ്ര കൽസാഗരെ, ഇവരൊക്കെ ഈ ചതുർവേദി എന്നൊക്കെയും പറയുന്നത് ബ്രാഹ്മിൻസാണ് കേട്ടോ. അപ്പോൾ ഉന്നത കുലജാതന്മാരാണ്. ബുദ്ധിപരമായിട്ടും എല്ലാവരും നല്ല വിവരമുള്ള ആൾക്കാരുടെ മേജർ ജനറൽ, കേണൽ, ഇവരൊക്കെയാണ്. ഇതിൽ ഒരാളുടെ നടപടി മാത്രമാണ് സംശയത്തിന് ഇട നൽകിക്കൊണ്ട് കോടതി തടഞ്ഞു വെച്ചത്, സുപ്രീം കോടതി തടഞ്ഞു വെച്ചത്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലാണ് ഇത് സംഭവിച്ചത്. എന്തായാലും ഹേമന്ത് കർക്കരെ ഒരു ധീരനായിട്ടുള്ള പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ആ സംഭവം നടന്ന സമയത്ത് തന്നെ വിശദമായിട്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊടുവിൽ ഈ സംഭവം പുറത്തു കൊണ്ടുവന്നതാണ്. അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏത് വിധത്തിലുള്ള അന്യായങ്ങളും മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും സംഘപരിവാർ ഗ്രൂപ്പുകാർ, BJPക്കാർ മടിക്കില്ല എന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകളിലൊരു തെളിവ് ഇതാണ്. ഇന്ന് അവർ ഭരിക്കുകയാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്ന വിക്രാസികൾ അത് പരിപൂർണമായിട്ട് പുറത്തേക്ക് വരും. ഈ ഭരണം മാറും, കാലചക്രം തിരിയുക തന്നെ ചെയ്യും. ഇന്ന് കാണുന്നതായിരിക്കില്ല നാളെ കാണുക. അങ്ങനെ വരുന്ന സമയത്ത് ഇവർ കാണിച്ച കൊടും ക്രൂരതകൾ ഒന്നൊന്നായിട്ട് പുറത്തേക്ക് വരും എന്നുള്ള കാര്യം സത്യമാണ്. ഏതായാലും ഇനി ഈ പറഞ്ഞ പ്രജ്ഞാ സിംഗ് താക്കൂർ, അതിൻ്റെ കേണൽ പുരോഹിത്, ഇവരൊന്നും മുസ്ലിം വിരോധികളോ ഇസ്ലാമോ ഫോയോ ബാധിച്ചവരോ അല്ല. പിന്നെന്താ? പിന്നെ ഈ ചെയ്തു കൂട്ടിയെന്താ? അവർക്ക് തലയ്ക്ക് വെളിവുണ്ടായിരുന്നില്ല. അവർ മാനസിക രോഗികളായിരിക്കും. അവർ മാനസിക രോഗികളാണ്. ഒരു MBBS സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിന് പോലും കഴിയില്ല. മാനസിക രോഗികൾ, ഈ അറസ്റ്റ് ചെയ്ത് 8 പേര് മാനസിക രോഗികൾ. അല്ലാണ്ട് തീവ്രവാദമോ വലിയ പ്രശ്നങ്ങളോ അല്ല. മാനസിക രോഗം കൊണ്ട് കൊച്ചു കുട്ടികൾ ചെയ്യണ പോലെ ഒരു മഹാത്മാന്റെ എന്തോ ഒരു ചെറിയ വെടി വെച്ച് പറഞ്ഞ പോലെ ഒരു ചെറിയ സാധനങ്ങൾ എടുത്തിട്ടു എന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ ഒന്നും പേരിടുന്നില്ല, പാവങ്ങൾ. ഇങ്ങനെയുള്ള കാവ്യവസ്ത്രം ധരിച്ചിട്ട് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ഇവരേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇവരിൻ്റെ പുറലോകം കാണിക്കരുത്, അതാണ് വേണ്ടത്. ഇത് മറ്റുള്ള രാജ്യങ്ങളിലാണ്, അമേരിക്കയിലൊക്കെയാണ് അവർ ശിക്ഷ കൊടുക്കുക എങ്ങനെയാണെന്ന് അറിയാമോ? 260 വർഷം, 432 വർഷം. നമ്മുടെ സ്ഥിതി കളിയാക്കി പറയല്ല. ഒരാളൊരു കുറ്റം ചെയ്തു, അത് വീടിനകത്ത് വീട് പൊളിച്ചു കയറി, ഒരു കുറ്റം. അകത്ത് കയറി അവിടെ അമ്മയുടെ കഴുത്ത് പിടിച്ച് ഞെക്കി, അവിടെ പെണ്ണുങ്ങളുടെ താലിമാല പിടിച്ച് അവർക്ക് വേദനിപ്പിച്ചു, അത് വേറൊരു കുറ്റം. അയാളുടെ കാരണവരെ അടിച്ച് നിലത്തിട്ട് വേറൊരു കുറ്റം. സ്വർണ്ണമായിട്ട് അയാൾ കടന്നു കളഞ്ഞു, അത് വേറൊരു കുറ്റം. ഈ ഓരോ കുറ്റത്തിനും കേസുകൾ വേറെയാണ്. ഈ ഓരോ കുറ്റത്തിനും ശിക്ഷയും വിധിച്ചു. ഓരോ കുറ്റത്തിനും 3 വർഷം ശിക്ഷ. അപ്പോൾ എത്രയും 4 കുറ്റം. മൊത്തം എത്രയും 4 3 10 11 എത്രയാവട്ടെ, 4 3 എത്ര എനിക്ക് ഓർമ്മയില്ല, പ്രായം കുറേയില്ലേ, 12 തോന്നുന്നു അല്ലേ. അപ്പം 4 3 12 വർഷം ശിക്ഷ കൊടുത്തു. എങ്ങനെ ശിക്ഷ കൊടുത്താൽ അറിയോ? ഈ 4 ശിക്ഷകൾ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്ന്. പോയില്ലേ? 3 വർഷം കിടന്നാൽ മതിയെന്ന്. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ ഇപ്പോൾ BJP ഭരിക്കുന്ന ഒരു രാജ്യത്ത് BJPക്ക് വേണ്ടിയിട്ടല്ലേ ഇവരിതൊക്കെയും ചെയ്തത്. അതുകൊണ്ട് അവർക്ക് ഇവർ ആദരവാണ് കൊടുക്കുക, പത്മ പുരസ്കാരമാണ് കൊടുക്കുക. എന്തായാലും ജാതിയുടെ പേര് പറഞ്ഞു, മതത്തിൻ്റെ പേര് പറഞ്ഞു, ഗോത്രത്തിൻ്റെ പേര് പറഞ്ഞു, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേര് പറഞ്ഞു, ഉടുക്കുന്ന വസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞു, പൈതൃക പാരമ്പര്യങ്ങളുടെ പേര് പറഞ്ഞു. ഈ സംഖ്യകൾ, ഈ പറയുന്ന സംഘപരിവാർ ഗ്രൂപ്പുകൾ ഈ രാജ്യത്തെ കുളമാക്കി. രാജ്യസ്നേഹം കൊണ്ട്, സ്നേഹം കൂടുതലായാലും പ്രശ്നമാണ്, നക്കിക്കൊല്ലുക എന്ന് പറയില്ലേ, അതാണ് ചെയ്തത്. സ്നേഹം വല്ലാതെ കൂടിപ്പോയി.
ഏത് ഹിന്ദുത്വവാദ സ്നേഹം, വേറെ സ്നേഹമൊന്നുമില്ല. അത് ഈ രാജ്യത്തെ തകർത്തു, രാജ്യത്തിൻ്റെ അന്തസ്സിനെ തകർത്തു. ലോകരുടെ മുമ്പിൽ ഒരു വ്യക്തി എന്നുള്ളത് എനിക്ക് തലയുയർത്തി പോകും. അത് അവരുടെ മര്യാദ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വരുന്നത്. പക്ഷേ അവർ പോകുന്ന സമയത്ത് ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ചും ഭരണാധികാരിയെക്കുറിച്ചും അവരെന്താ പറയുക? കഷ്ടം ഇതല്ലേ പറയുള്ളൂ. ഇന്ത്യയിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളിലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും ഇതിൻ്റെയും പേരിൽ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാരാ ഉത്തരവാദികൾ? BJP-ക്കാർ, സംഘപരിവാറുകാർ. ഈ സ്ത്രീ പ്രജ്ഞാസിംഗ് ഠാക്കൂർ ഈ വസ്ത്രവും ധരിച്ചുകൊണ്ട് അവരുടെ പ്രധാന പരിപാടി എന്തായിരുന്നു? ഉണ്ടാക്കൽ, സ്ഫോടനം ഉണ്ടാക്കാനുള്ള ഉണ്ടയുണ്ടാക്കൽ. എന്നിട്ട് അത് പ്രയോഗിച്ചു. എന്തോ ഒരു ഭാഗ്യത്തിന് കൃത്യമായിട്ട് ആളുകളെ അപ്പം പിടിച്ചു. അല്ലെങ്കിൽ ആരെ മെക്കെട്ട് കൊണ്ട് അത് കൊണ്ടുവയ്ക്കുക എന്ന് അറിയില്ലല്ലോ. ശരിയായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നടന്ന, നമ്മളുടെ ഗുജറാത്തിൽ നടന്ന സ്ഫോടനമടക്കമുള്ള ഇന്ത്യയിൽ നടന്ന എല്ലാ സ്ഫോടനങ്ങളെയും കുറിച്ച് വിശദമായിട്ടുള്ളൊരു നിരീക്ഷണ പരീക്ഷണം യാതൊരു വിധത്തിലെ രാഷ്ട്രീയ പാർട്ടിക്കും ചായവില്ലാതെ ഒരു സത്യസന്ധനെ കൊണ്ട് നിർവഹിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത കാലത്ത് നടന്ന സകല ഈ കലാപങ്ങളെയും സ്ഫോടനങ്ങളുടെയും പുറകിൽ ഇവരാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ പലയിടത്തും സ്ഫോടനം നടത്തിയിട്ടുണ്ട് ഇവർ. ഇത് നടത്തിക്കഴിഞ്ഞാൽ പിന്നെന്താ? അതിൻ്റെ ചുറ്റുപാടും താമസിക്കുന്ന തലയിൽ തൊപ്പിയിട്ട് മുസ്ലിം നാമധാരികളെ പിടിക്കും, ഇടിച്ച് ചമ്മന്തിയായി കുറ്റസമ്മതിച്ച് ജയിലിൽ കൊണ്ടിടും. കുറേ പേരുണ്ട്. ഇതിപ്പോൾ പ്രതികളെ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പേരും പറഞ്ഞ് ഒരുപാട് ആളുകൾ ജയിൽ ശിക്ഷ അത് എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ജീവപര്യന്തവും മറ്റുള്ളതൊക്കെ ആയിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. 6 പേര് അവർ തകർന്നു പോയിട്ടുണ്ട്. ചിലപ്പോൾ ഉമ്മരെ തൂക്കിലിടാനും വിധിച്ചു എന്ന് വരും. പക്ഷെ ഇവർക്കത് പ്രശ്നമല്ല. ഇങ്ങനെ ചെയ്ത ആൾക്ക് പാർലമെന്റ് മെമ്പർ സ്ഥാനമാണ് കൊടുത്തത്. എന്തായാലും എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകുമല്ലോ, അത് കാത്തിരിക്കാം. ഏതായാലും NIA അവർ സത്യസന്ധമായിട്ട് എന്തോ അവർ രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിട്ട് നിൽക്കാതെ കൃത്യമായിട്ട് കിട്ടിയ വിവരങ്ങൾ അവർ കൈമാറിയിട്ടുണ്ട്. നരേഗാവ് സ്ഫോടനത്തിൽ നടന്നത് NIA കോടതിയിൽ അവർ പറഞ്ഞു കഴിഞ്ഞു, കലാപത്തിനുള്ള ശ്രമമായിരുന്നു, സാമുദായിക കലാപത്തിനുള്ള ശ്രമമാണ് ഈ സന്യാസിനിയമ്മ നടത്തിയതെന്ന് അവർ തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. നല്ല കാര്യമാണത്, നല്ല കാര്യമാണ്. അത് മറ്റുള്ളവർക്ക്